ഈ സർവകലാശാല സഖാക്കൾക്ക് പെറ്റുകിടക്കാനുള്ള ഒരിടമാണ്. അവിടെ അഴിമതിയും മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന അഴിമതി കഥകളല്ലേ പുറത്തു വരുന്നത്. ഇനി ഗവർണറുടെ നടപടി എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട്? ഈ ഡിജിറ്റൽ സർവകലാശാല ശ്രീജിത്ത് പറഞ്ഞതുപോലെ വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ തട്ടിപ്പിൻ്റെ ആഴവും വ്യാപ്തിയും വളരെ വലുതാണ്. ഡോക്ടർ സിസ തോമസ് അവിടെ VC ആയിട്ട് ചുമതലയേറ്റപ്പോഴാണ് ഈ തട്ടിപ്പുകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിസ തോമസിനെതിരെ ഈ ഗവൺമെൻറ്റും CPM-ഉം SFIയും ഒക്കെ വാളോങ്ങുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഗവർണർ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. DGPയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ക്രിമിനലായിട്ട് അന്വേഷിക്കാൻ. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് CNAGക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സർവകലാശാലയുടെ വരവ് ചെലവ് കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും രസകരവും അങ്ങേയറ്റം അപകടകരവുമായ ഒരു കാര്യം അവിടെ ഈ ഓഡിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഫണ്ട് ചെലവഴിക്കുന്നത് ഒക്കെ വലിയ തിരിമറി അവിടെ നടന്നു എന്നാണ്. മാത്രമല്ല വിവിധ പ്രോജക്റ്റുകളിലൂടെ ഈ സർവകലാശാലയ്ക്ക് വരുമാനമുണ്ടാക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് ദുരുപയോഗം ചെയ്ത് ഈ പ്രോജക്റ്റുകളൊക്കെ അവിടുത്തെ തന്നെ ചില അധ്യാപകർ തട്ടിക്കൂട്ടിയ ചില സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നു. പിന്നെ അതിലൂടെ വലിയ രീതിയിൽ പണം തിരിമറി നടത്തുന്നു, തട്ടിക്കുന്നു എന്നൊക്കെയാണ് സിസ തോമസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത്. ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത് കൊണ്ടാണ് സിസ തോമസിനെ ഈ സർക്കാർ വേട്ടയാടുന്നത്. നമുക്കറിയാം അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ, അവർ വിരമിച്ചപ്പോൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇതൊന്നും കൊടുക്കാതെ, പെൻഷൻ പോലും കൊടുക്കാതെ സിസ തോമസിനെ ഈ സർക്കാർ വേട്ടയാടി. അവർ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? SFIക്കാർ സർവകലാശാലയ്ക്ക് മുന്നിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ? അതെ, അവർ ഈ SFI എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ജനാധിപത്യം, സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നൊരു സംഘടനയാണ് SFI. വിദ്യാർത്ഥി യൂണിയനാണത്. അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടന ഇന്ന് അധപ്പതിച്ച് നശിച്ച് നാറാണക്കല്ല് പിഴുതിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ IT വകുപ്പിന് കീഴിലാണ് ഡിജിറ്റൽ സർവകലാശാല വരുന്നത്. അതിൻ്റെ ചാൻസലർ ആരാണെന്നറിയാമോ? സാധാരണഗതിക്ക് നമ്മുടെ സർവകലാശാലയുടെയൊക്കെ ചാൻസലർ ആരായിരിക്കും? വിദ്യാഭ്യാസ മന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ആയിരിക്കും അല്ലേ? ഇവിടെ അതിൻ്റെ ചാൻസലർ മുഖ്യമന്ത്രിയാണ്, സാക്ഷാൽ പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. എന്തിന് മുഖ്യമന്ത്രി ഇതിൻ്റെ ചാൻസലറായിട്ടിരിക്കുന്നു എന്ന ചോദ്യം അവിടെ ഉയരും. സാധാരണ നിലയ്ക്ക് ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഏൽപ്പിക്കേണ്ടതാണ് ആ പദവി. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി നേരിട്ട് ചാൻസലർ പദവി വഹിക്കുകയാണ്. അതും വലിയ രീതിയിൽ സംശയത്തിന് ഇട നൽകുന്നു. ഈ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായം ഇതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ സാമ്പത്തിക സഹായത്തോടുകൂടി ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. അത് ഗ്രാഫീൻ പദ്ധതിയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പദ്ധതി എന്താണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. രസകരമായ അങ്ങേയറ്റം നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഈ ഗ്രാഫീൻ പദ്ധതിയിൽ പങ്കാളിയായത് ഒരു സ്വകാര്യ സംരംഭകൻ, ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ഈ സ്വകാര്യ സ്ഥാപനത്തെ പങ്കാളിയാക്കിക്കൊണ്ട് ഉത്തരവ് വന്നതിന് ശേഷമാണ് ആ സ്വകാര്യ സ്ഥാപനം രൂപീകരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വകാര്യ സ്ഥാപനം ഒരു സർവകലാശാല, ഈ പറയുന്ന ഡിജിറ്റൽ സർവകലാശാലയുമായിട്ട് സഹകരിക്കാൻ കരാർ ഒപ്പിടുന്നു. പക്ഷെ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് ഈ സ്വകാര്യ സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത്. ഈ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഫണ്ട് അങ്ങോട്ടേക്ക് വകമാറ്റിയിരിക്കുന്നു. ഇതൊക്കെ ഈ കേരളത്തിലല്ലാതെ ഇപ്പോൾ മനസ്സിലായില്ലേ മുഖ്യമന്ത്രി എന്തിനാണ് ഇതിൻ്റെ ചാൻസലറായെന്നുള്ളത്? ഈ ഗവർണർ ചാൻസലറായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ, ഒരു സർവകലാശാലയിൽ നടന്നിരിക്കുന്ന തട്ടിപ്പ് ഇങ്ങനെയൊക്കെയാണ്. ആ ഒരു സ്വകാര്യ സ്ഥാപനവുമായിട്ട് പങ്കാളിത്തം വഹിക്കാനുള്ള കരാർ തയ്യാറാകുന്നു. ആ കരാർ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ആ കരാർ തയ്യാറായതിന് ശേഷമാണ് ഈ സ്വകാര്യ സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത്. ആ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് അതിലേക്ക് ഫണ്ട് വകമാറ്റുന്നു. ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം അവിടെ മനഃപൂർവ്വം സൃഷ്ടിച്ചിരിക്കുകയാണ്.
ഇതിന്ന് നമ്മുടെ മാതൃഭൂമി പത്രത്തിലെ ലീഡ് ന്യൂസാണ്. ശ്രീ അനീഷ് ജേക്കബാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ സംശയാസ്പദമായിട്ട് ധാരാളം വൗച്ചറുകളും സുതാര്യമല്ലാത്ത അക്കൗണ്ടുകളും സാമ്പത്തിക വിനിമയവും അവിടെ നടന്നിരിക്കുന്നു. ഇതാണ് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ഗവർണർ സർവകലാശാല ഇപ്പോഴുള്ള സർക്കാർ അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണല്ലോ ഈ അഴിമതിക്കാർക്ക്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, ഇത് നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സെൽ ഭരണം നടക്കുന്ന സ്ഥലമാണ്. പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ ഈ പാർട്ടിക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ സർക്കാർ ഇതിനകത്ത് അനധികൃതമായിട്ട് ഇടപെടുന്നു. സർവകലാശാലകളെല്ലാം നമുക്കറിയാം UGC ഫണ്ട് ഉപയോഗിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്, പ്രവർത്തിക്കുന്നത്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒക്കെ UGC ഗ്രാൻഡ് ഉണ്ട്. ഈ ഗ്രാൻഡ്, UGCയുടെ ഗ്രാൻഡ് തട്ടിയെടുക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സർവകലാശാലയെ സംബന്ധിച്ച് UGCയുടെ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ വലിയ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു, തട്ടിയെടുത്തിരിക്കുന്നു, അഴിമതി നടത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. അത് ഈ പറയുന്നത് പോലെ സിസ തോമസ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവിടെ നടന്ന അന്വേഷണം, അവർ നടത്തിയ അന്വേഷണമാണ് ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നത്. അത് തുടർന്ന് അവർ റിപ്പോർട്ട് ഗവർണർക്ക് കൊടുത്തു, ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൊടുത്തു. ഈ റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഗവർണർ ഞെട്ടിപ്പോയത്. അദ്ദേഹം ഉടൻ തന്നെ ഇത് അന്വേഷിക്കാൻ DGPയോട് നിർദ്ദേശിച്ചു. അതുപോലെ ഇതിൻ്റെ കണക്ക്, ഇതുവരെയുള്ള ഈ ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ചതിന് ശേഷം അവിടെ നടന്ന മുഴുവൻ ഇടപാടുകളെക്കുറിച്ചും ഓഡിറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇവിടെ ഓഡിറ്റില്ല. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രത്യേക നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ ഓഡിറ്റ് വേണ്ടാന്നങ്ങ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതിനെയാണ് ഇപ്പോൾ ഗവർണർ പൊളിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അവിടെ ഓഡിറ്റ് നടത്തണമെന്ന് CNDAGക്ക് ഗവർണർ നിർദ്ദേശം കൊടുത്തു. ഇനിയിപ്പോൾ ഓഡിറ്റ് നടന്നാൽ മാത്രമേ എത്ര കോടി രൂപയുടെ അഴിമതി, തട്ടിപ്പ് അവിടെ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രഥമ ദൃഷ്ടിയാൽ അവിടെ വലിയ ഈ ഗ്രാഫീൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറികൾ നടന്നിരിക്കുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നമ്മുടെ വൈസ് ചാൻസലർക്ക് മനസ്സിലായിരിക്കുന്നത്. സിസ തോമസിന് ഇത്തരം അഴിമതികൾ പുറത്തു വരുന്നത് കൊണ്ടായിരിക്കുമോ ഈ വലിയ രീതിയിലുള്ള സമരങ്ങളും വിമർശനങ്ങളും? ഗവർണർ അവിടെ ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്നു, ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരള സർവകലാശാലയിലടക്കം കാലിക്കറ്റിലും കേരളയിലും MGയിലും ഒക്കെ ഇപ്പോൾ ഇവർ സമരം നടത്തുകയാണ്. SFI എന്തിനാണ്? ആരെ രക്ഷിക്കാനാണ്? ഇവിടെ ഒരു സ്വകാര്യ ചടങ്ങ് അവിടെ നടന്നു. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടന്നു. സ്വകാര്യ ചടങ്ങാണ്. അവർ പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത ഹാളിലാണ് അത് ചെയ്തത്. സർവകലാശാലയുടെ ചടങ്ങല്ല. സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും ലംഘിച്ചല്ല അത് നടത്തിയത്. അവിടെ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചു, അതിൽ പുഷ്പാർച്ചന നടത്തി. എന്താണ് അതിൽ തെറ്റ്? അതൊരു സ്വകാര്യ ചടങ്ങല്ലേ. ആ സ്വകാര്യ ചടങ്ങിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ SFI രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ്? ഈ അഴിമതി മറച്ചു വയ്ക്കാൻ, ഈ അഴിമതിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ, ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ അടക്കം നടക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ. ഇത് ഒരു വലിയ മഞ്ഞുമലയുടെ, അഴിമതിയുടെ ഒരു വലിയ മഞ്ഞുമല, തട്ടിപ്പിൻ്റെ ഒരു വലിയ മഞ്ഞുമല, അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സിസ തോമസ് തുടങ്ങി വെച്ച ആ അന്വേഷണം, അത് പോലീസും CNDAGയും ഒക്കെ, ഇവിടെ CNDAG പോലീസിനെ ഒരു പക്ഷേ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ CPMന് സാധിച്ചേക്കും. കാരണം P ശശിയാണ് അവിടെ പോലീസിനെ നിയന്ത്രിക്കാനിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പദവി കൂടി വഹിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് പോലീസിനെ ഒരു പക്ഷേ വരുതിക്ക് നിർത്താനായേക്കും. പക്ഷേ CNDAGയെ അങ്ങനെ വരുതിക്ക് നിർത്താൻ സാധിക്കില്ല. CNDAG കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാരാണ് അവർക്ക് വേണ്ടുന്ന ഫണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്, ശമ്പളമൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്കറിയാം, വിനോദ് റായിയെ പോലെയുള്ള വലിയ ഉദ്യോഗസ്ഥരിരുന്ന അദ്ദേഹം മേധാവിയായിരുന്നതാണ്. അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന പല അഴിമതികളും പുറത്തു കൊണ്ടുവന്നത്, ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നത്, രാജ്യത്തിൻ്റെ ഖജനാവിനുണ്ടായ നഷ്ടങ്ങൾ അദ്ദേഹമാണ് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അവർ പേടിച്ചിട്ടില്ല. പിന്നെയാണോ പിണറായി സർക്കാരിനെ
അതുകൊണ്ട് CNAG-യുടെ അന്വേഷണത്തിലായിരിക്കും ഇതിൻ്റെ ദുരൂഹതയുടെ ചുരുൾ നിവരാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മുഴുവൻ അഴിമതിയും അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാ സർവകലാശാലയും എല്ലാ നീക്കങ്ങളും ഈ സർക്കാരിന്റെ എല്ലാ നീക്കങ്ങളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇത് മറച്ചു വെക്കാനാണ് ഈ അക്രമ സമരം SFIയെ കൊണ്ട് നടത്തിക്കുന്നത്. ഗവർണറെ വെല്ലുവിളിക്കുന്നത്, രാജ്ഭവന്റെ മുന്നിൽ പോയി ഈ ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്നത് ഈ തട്ടിപ്പുകൾ മറച്ചു വെക്കാനാണെന്ന് വ്യക്തമാണ്.